രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിൽ മുഖപ്രസംഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള ശ്രമത്തിലായതിനാൽ ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ലെന്നാണ് മുഖപ്രസംഗത്തിലുള്ളത്. ഇത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും നിലവിൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മോൻസ് ജോസഫ് MLA-യും പ്രതികരിച്ചു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDF-ലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അത് കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഔദ്യോഗികമായ ഒരാവശ്യമല്ല. ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യായിരുന്നു. ഇപ്പൊ ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. UDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഇതുവരെ UDF-ൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. UDF ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് UDF-ലെ ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. വീക്ഷണം സ്വാഭാവികമായും വീക്ഷണത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വീക്ഷണം പറഞ്ഞ അഭിപ്രായം കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല, കേരള കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞേക്കുന്നതല്ല. കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് കേരള കോൺഗ്രസ് അഭിപ്രായം പറയും. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു മുഖപ്രസംഗം വന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുമ്പോഴും മുഖപത്രത്തിൽ അങ്ങനെ ഒരു മുഖപ്രസംഗം വന്നത് എന്നാണ് അറിയുന്നത്? രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. CPI അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു, കേരള കോൺഗ്രസ് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു. രണ്ട് പാർട്ടികളും പ്രാഥമികമായി ഈ അവകാശവാദങ്ങൾ ഉറച്ചു നിൽക്കുമ്പോഴും പരസ്യമായി പറഞ്ഞ് മുന്നണിയെ ഒരു പ്രതിസന്ധിയിലോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഈ ഒരു മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അതും വീക്ഷണത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ VD സതീശൻ ഇപ്പോൾ ഇത് തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും മുൻപ് പല ഘട്ടങ്ങളിലും പല കോൺഗ്രസ് നേതാക്കളും UDF-ലേക്ക് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത് ഉന്നയിക്കുന്നത് ഈ ഒരു LDF-ലെ ഒരു തർക്കം അത് കൂടുതൽ ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് മറ്റ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അത് അവരുടെ മാത്രം നിലപാടാണ്, വീക്ഷണം പത്രത്തിൻ്റെ നിലപാടാണെന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് UDF ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും PJ ജോസഫ് വിഭാഗം അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അവർ പറയുന്നത് നിലവിൽ UDF-ൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്തായാലും UDF-ൽ നിന്നപ്പോൾ ലഭിച്ച ഒരു സീറ്റാണ് ഈ രാജ്യസഭാ സീറ്റ്. അന്ന് രാജിവെച്ച് ജോസ് കെ മാണി LDF-ലേക്ക് പോയപ്പോൾ ആ സീറ്റ് നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ LDF-ൽ നിന്നും ഈ സീറ്റ് ചോദിച്ചു വാങ്ങണം എന്നുള്ളൊരു ആവശ്യമാണ് മോൻസ് ജോസഫ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ LDF-ലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തെ കൂടുതൽ വഷളാക്കുന്ന തരത്തിലുള്ള ഒരു മുഖപ്രസംഗം തന്നെയാണ് വീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുജ, വീക്ഷണത്തിലാണ് കേരള കോൺഗ്രസിനെ ക്ഷണിച്ചുകൊണ്ട് ഉള്ള ഒരു മുഖപ്രസംഗമെന്ന്, എന്നാൽ കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുന്നുണ്ട്.